ഗുരു ഇവിടെ അദ്വൈതാശ്രമത്തിന് സ്ഥലം വാങ്ങിയപ്പോൾ ഈ ആശ്രമ ഭൂമിയുടെ പടിഞ്ഞാറെ അതിരായിട്ട് കാണിച്ചത്, ആധാരത്തിൽ കാണുന്നത് അതിലൂടെ ഒഴുകുന്ന ഒരു തോടാണ്. അപ്പോൾ ആ തോട് മുതൽ കിഴക്കോട്ടുള്ള ഭൂമി, അതും പെരിയാർ നദിയോട് ചേർന്നുള്ള ഭൂമി അദ്വൈതാശ്രമത്തിൻ്റെ വകയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആശ്രമം സ്ഥാപിക്കപ്പെട്ടു, ഇവിടെ ആശ്രമ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആലുവ നഗരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആശ്രമം കടവ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആശ്രമം കടവിലേക്ക് ആശ്രമത്തിൻ്റെ മധ്യഭാഗത്തുകൂടി വിഴുപ്പുമായിട്ട് അലക്കാനുള്ള തുണിയൊക്കെ ആയിട്ട് ആളുകൾ നിരന്തരം പോകുമായിരുന്നു. അതുപോലെ ഇവിടെ കൂലിപ്പണി എടുക്കുന്ന സാധാരണക്കാരും ഒക്കെ ഈ ആശ്രമത്തിൻ്റെ നടുവിലൂടെ ഇപ്രകാരം പോകുമ്പോൾ അതൊരു അലോസരമായി അനുഭവപ്പെട്ട സന്ദർഭത്തിൽ ആശ്രമത്തിൽ അന്ന് ചുമതലയുണ്ടായിരുന്ന സ്വാമി ആശ്രമത്തിൻ്റെ പടിഞ്ഞാറെ അതിര്, അത് ഈ തോട് ഇരിക്കുന്ന ഭാഗത്ത് അതിലൂടെ ഒരു നടവഴി കൊടുക്കുകയും കടവിലേക്ക് അവർക്ക് പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആശ്രമ ഭൂമിയിൽ തന്നെയാണ് അങ്ങനെ ഒരു നടവഴി കൊടുത്തത്. അത് കാലങ്ങളായി, ദശകങ്ങളായി തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രമം കടവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവിടെ ആലുവ മുനിസിപ്പാലിറ്റി ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയും മലിനജലം പെരിയാറിൽ പതിച്ച് പെരിയാർ മലിനമാകേണ്ട എന്ന് കരുതി അന്ന് ആശ്രമത്തിൻ്റെ ഭരണാധികാരികൾ അതിന് അനുമതി നൽകുകയും ചെയ്തു. അപ്പോഴും ആശ്രമ ഭൂമിയിൽ തന്നെയാണ് ഇപ്രകാരം ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്, അത് ഫെഡറൽ ബാങ്കിൻ്റെ മറ്റോ CSR ഫണ്ട് ഉപയോഗിച്ചാണ് മുനിസിപ്പാലിറ്റി അവിടെ നിർമ്മിച്ചത്. അതൊരു പാരിസ്ഥിതികമായ ശുദ്ധീകരണ പ്രക്രിയ എന്നുള്ള സങ്കല്പത്തോടുകൂടി ആണല്ലോ എന്ന് കരുതിയാണ് ആശ്രമം അതിന് അനുമതി കൊടുത്തത്. എന്നാൽ ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചത് ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കും മുനിസിപ്പൽ ഭരണാധികാരികൾക്കും മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് തട്ടിയെടുക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത്. ഒരു മഴ പെയ്താൽ പോലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ തോടിലൂടെ ഒഴുകി പെരിയാർ നദിയിൽ പതിക്കുന്നത്. ഇത് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തോട് ഉപയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആലുവ മുനിസിപ്പാലിറ്റി ചെയ്തതാകട്ടെ ഈ നഗരത്തിലുള്ള മുഴുവൻ ഹോട്ടലുകളിലെ മാലിന്യവും, അതുപോലെ ആശുപത്രികളിലെ മാലിന്യങ്ങളും, അതുപോലെ ഫ്ലാറ്റുകളിലെ മാലിന്യങ്ങളുമെല്ലാം നിർബാധം ഓടയിലേക്ക് തള്ളുന്നതിനും അത് പെരിയാർ നദിയിൽ ചെന്ന് പതിക്കുന്നതിനുമുള്ള മൗനാനുവാദം, അവരതിൻ്റെ പിന്നിൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാകാം, കൈക്കൂലി വാങ്ങിയിട്ടാകാം, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ മാലിന്യം മുഴുവൻ പെരിയാറിലേക്ക് തള്ളുന്നതിനുള്ള എല്ലാ ഒത്താശയും സൗകര്യവും ചെയ്തു കൊടുത്തത് ആലുവ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചിരുന്നു എങ്കിൽ അവർ ശരിയാവണ്ണം ഈ പൊതുജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി പറ്റുന്ന ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചിരുന്നു എങ്കിൽ ഈ മാലിന്യം ഓടയിലേക്ക് തള്ളുന്നതും അത് ഈ ഓടയിലൂടെ ഒഴുകി വന്ന് ഈ തോട്ടിൽ പതിക്കുന്നതും തടയാമായിരുന്നു. അതിനവർ ശ്രമിച്ചില്ല. അതിന് അവർ ഈ സ്ഥാപന ഉടമകളുടെ അടുക്കൽ നിന്നൊക്കെ വേണ്ട വേതനങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകാം. ഏതായാലും മുനിസിപ്പാലിറ്റി ഗുരുതരമായ വീഴ്ചയാണ് മുനിസിപ്പൽ ഭരണകർത്താക്കൾ ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. അവരവരുടെ കൃത്യം, അവർ ചെയ്യേണ്ട അവരുടെ ധർമ്മം കൃത്യമായി നിർവഹിച്ചിരുന്നുവെങ്കിൽ
ഈ തോട് മലിനമാകുമായിരുന്നില്ല. ഇവിടെ ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റിൻ്റെയും ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഏതായാലും മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയാണ് ഇപ്രകാരം ഒരു പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുവാനായിട്ട് ഇടവന്ന സാഹചര്യം തന്നെ. ഏതായാലും അതവിടെ സ്ഥാപിച്ചു. അതിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയും പിന്നീട് മെയിൻ്റനൻസിന് വേണ്ടിയും ആലുവ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് കാലാകാലങ്ങളിലായി എഴുതി പലരുടെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളിതുവരെ ഈ പ്ലാന്റ് ശരിയാംവണ്ണം ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് സ്ഥാപിച്ചത് ഏതാണ്ട് 20 കൊല്ലങ്ങൾക്ക് മുൻപാണ്. ആദ്യകാലത്ത് 2-3 മാസം മാത്രമാണ് മലിനജലം പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് കയറ്റി അത് ആ ടാങ്കിലിട്ട് കലക്കി ആ കലക്കിയ വെള്ളം അങ്ങനെ തന്നെ പെരിയാറിലേക്ക് ഒഴുക്കി വിടുകയാണ് ഈ മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ജലം പോലും നാളിതുവരെ ശുദ്ധീകരിക്കുവാനായിട്ട് ആലുവ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഈ പേരും പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടുമുണ്ട്. ഈ ഫണ്ട് എന്തിനു വേണ്ടി ചിലവാക്കി എന്നുള്ളത് ആലുവ മുനിസിപ്പാലിറ്റി ഭാരവാഹികൾ ഇവിടുത്തെ ജനങ്ങളുടെ മുൻപിൽ പറയേണ്ട കാര്യമാണ്. ഇപ്പോഴിവിടെ ഉണ്ടായ സംഭവമെന്ന് പറയുന്നത്, ഇവർ പിന്നീട് ചെയ്തത് മെയിൻ റോട്ടിൽ നിന്ന് ഈ പ്ലാന്റിലേക്കുള്ള വഴി അത് ആലുവ അദ്വൈതാശ്രമം കുളിക്കടവിലേക്കുള്ള വഴിയായിട്ട് വിട്ടുകൊടുത്തിരുന്നതാണ്. പൊതുജനങ്ങൾക്ക് കുളിക്കാനും അലക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. എന്നാൽ അതെല്ലാം അടച്ച് പൂട്ടിയത് ആലുവ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ മതിൽ കെട്ടി ഗേറ്റ് വെച്ച് പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ആലുവ മുനിസിപ്പാലിറ്റി നിഷേധിച്ചു. എന്ന് മാത്രമല്ല, ഈ വഴി അദ്വൈതാശ്രമത്തിൻ്റെ സമ്മതമോ സമർപ്പണമോ കൂടാതെ സ്വന്തം അസറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തി. ഒരാളുടെ ഭൂമി മറ്റൊരാളുടെ കൈവശം വരണമെങ്കിൽ ഒന്നുകിൽ വില കൊടുത്ത് വാങ്ങണം, അല്ലെങ്കിൽ അയാൾ മറ്റേയാൾക്ക് ഇഷ്ടദാനം കൊടുക്കണം, അല്ലെങ്കിൽ സമർപ്പിക്കണം. ഈ വക യാതൊരു പ്രക്രിയയും കൂടാതെ ആലുവ മുനിസിപ്പാലിറ്റി സ്വന്തം ഇച്ഛപ്രകാരം അദ്വൈതാശ്രമ ഭൂമി ആ റോഡ് സ്വന്തം മുനിസിപ്പാലിറ്റിയുടെ അസറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വന്തമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്വന്തമാക്കി അവർ കൈവശം വെച്ചു. അവിടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് എന്നുള്ളൊരു ബോർഡ് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആശ്രമത്തിൽ ആ കാലത്താണ് ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ധർമ്മചൈതന്യ എന്ന ഞാൻ ചുമതല ഏൽക്കുന്നത്. അത് അവിടെ തടയുകയും പിന്നീടും അവർ ബലപ്രയോഗത്തിലൂടെ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയുകയും ചെയ്തു. ഇപ്പോൾ ആശ്രമത്തിൻ്റേത് മാത്രമായിട്ടുള്ള ആ ഭൂമി കെട്ടിയടച്ച് ആശ്രമം കോമ്പൗണ്ടിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ആലുവ മുനിസിപ്പാലിറ്റി പല പരാതികളും ഒക്കെ പലയിടങ്ങളിലും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ പരാതി നൽകിയത് ജില്ലാ കളക്ടർക്കാണ്. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഒരു അനുരഞ്ജന സമ്മേളനത്തിനായി വിളിക്കുകയും അതിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുകയും ചെയ്തു. ഇത് ആശ്രമത്തിൻ്റെ ഭൂമിയാണ്. ശ്രീനാരായണ ഗുരുവിന് പാദകാണിക്കയായി ലഭിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള ഭൂമിയാണ്. ഇതൊരു കാരണവശാലും മുനിസിപ്പാലിറ്റിയുടേതായി തീരുകയില്ല എന്ന വസ്തുത ഡെപ്യൂട്ടി കളക്ടറെ ബോധ്യപ്പെടുത്തുകയും ഡെപ്യൂട്ടി കളക്ടറുടെ ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ സ്ഥലം അളന്ന് അതിരുകൾ നിർണ്ണയിക്കാമെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. താലൂക്ക് സർവേയറെയോ മറ്റോ ആണ് ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എന്ന് നടത്തും എന്നുള്ളത് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്. ഇതാണിപ്പോൾ അതിൻ്റെ ഒരവസ്ഥ. അവിടെ ആശ്രമം ആ ഭൂമി കെട്ടിയടച്ച് ആശ്രമത്തിൻ്റേതാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ.